السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الموفين عهده. أما بعد. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ജിദ്ദ കമ്മിറ്റിയും ഹാദിയ ജിദ്ദ ചാപ്റ്ററും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള മർഹൂം ഷെയ്ഖുന CH ഐദുറൂസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവർകളുടെ അനുസ്മരണ സദസ്സിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. വളരെ പ്രഗത്ഭരായ ഉസ്താദുമാരും പണ്ഡിതന്മാരും നേതാക്കളും ഇരിക്കുന്ന ഈ സദസ്സിൽ പ്രത്യേകിച്ച് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ തുടക്ക കാലത്ത് ത്യാഗം ചെയ്ത് ഈ പ്രസ്ഥാനത്തെ വളർത്തിയ ആദരണീയരായ ഉസ്താദ് CH തയ്യിബ് ഫൈസി തീക്ഷ്ണമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെയൊക്കെ കണ്ണ് നിറച്ച് പുതിയൊരു ഉന്മേഷവും ഉണർവും സംഘടനാ രംഗത്ത് നമുക്ക് പകർന്നു തന്നിട്ടുള്ള അഭിനന്ദനായ ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിന് ശേഷം വളരെ വൈകിയും എൻ്റെ മുന്നിലിരിക്കുന്ന ദിഖായയുടെ പ്രവർത്തകർ, ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം മഗ്‌രിബിന് മുമ്പേ നിങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അസറിന് ശേഷം തുടങ്ങിയ ട്രെയിനിങ്ങും നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ഗൈഡൻസ് ക്ലാസ്സുകളും അതിനൊക്കെ ശേഷം ഇത്രയും ദീർഘമായ സമയം നിങ്ങൾ ഇവിടെ ഇരുന്നത് തന്നെ വലിയൊരു സംഗതിയായി ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വലിയൊരു ദീർഘമായ പ്രഭാഷണത്തിനോ സംസാരത്തിനോ ഞാൻ മുതിരുന്നില്ല. ഇൻഷാ അല്ലാഹ് അഭിനന്ദനായ അബ്ദുള്ള ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായി ഇൻഷാ അല്ലാഹ് സൗദി അറേബ്യയിൽ, മക്കയിൽ ഇൻഷാ അല്ലാഹ്, അതുപോലെ ജിദ്ദയിലും ഇതിന്റെ ഒരു ഭാഗമായി കൊണ്ട് തന്നെ ഉണ്ടാവണമെന്ന് മാനസികമായി അതിയായി ആഗ്രഹിക്കുകയാണ്. നേരത്തെ തന്നെ എനിക്ക് പരിചയമുള്ള, ഞാൻ എന്നെ സ്നേഹിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ ഇവിടെ ഈ സദസ്സിലുണ്ട്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വഴി തുടക്കം മുതലേ, ഞാൻ ഇന്ന് തന്നെ ഒരു 6-7 വർഷമായി നമ്മൾ ക്ലാസ് റൂം തുടങ്ങിയിട്ട് അന്ന് മുതൽ പരിചയമുള്ള ഒരാളെ ഇന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആ ഒരു സ്നേഹം, ഞാൻ മുസ്തഫ ബദവിയാണ് എന്ന് പേര് പറഞ്ഞപ്പോഴേക്ക് ആ ഒരു സ്നേഹവായ്പ് ശരിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ള ജിദ്ദയിലും മക്കയിലും സൗദി അറേബ്യയിലെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ജിദ്ദ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരൊറ്റ സംഗതി ഞാൻ അനുസ്മരിക്കുകയാണ്. അഭിനന്ദനായ മർഹൂം CH ഐദുറൂസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഉസ്താദ് അവർകൾ അഭിനന്ദനായ ഡോക്ടർ യുബ പുട്ടി ഹാജിയുടെ കൂടെ ഒരു അന്യസംസ്ഥാനങ്ങളിലൂടെ ഒരു യാത്രക്കിടയിൽ തമിഴ്നാട്ടിലെ ഒരു വ്യവസായിയുടെ പ്രത്യേക ക്ഷണപ്രകാരം അദ്ദേഹത്തിന്റെ വ്യവസായശാലയിൽ ചെന്ന് ഏകദേശം 60ഓളം വരുന്ന അവിടുത്തെ തൊഴിലാളികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ വ്യവസായ പ്രമുഖന്റെ നിർദ്ദേശപ്രകാരം അവർക്കൊരു നസീഹത്ത് കൊടുക്കാൻ നിർദ്ദേശിച്ചത് പ്രകാരം അവരൊരുമിച്ച് കൂട്ടി അഭിനന്ദനായ CH ഐദുറൂസ് മുസ്ലിയാർ അവർക്കൊരു നസീഹത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് ഉസ്താദ് അവർകൾ അവരൊക്കെ ഒന്നായി വീക്ഷിച്ച് എന്നിട്ട് ഉസ്താദ് അവർകൾ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് പൂർണ്ണമായി ചെല്ലാൻ അറിയുന്ന എത്ര ആളുകളുണ്ട്, ഒന്ന് കൈവക്കണം എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ നിന്ന് 60ഓളം വരുന്ന മുസ്ലിമീങ്ങളായ
തൊഴിലാളികൾ ഒരുമിച്ച് കൂടിയ ആ സദസ്സിൽ നിന്ന് ഒരാൾ പോലും കലിമത്ത് തൗഹീദ് പൂർണ്ണമായി ചൊല്ലാൻ അറിയുന്നവർ ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ ഒരു അനുഭവം, അത് മഹാനായ CH ഐദ്രോസ് മുസ്ലിയാരെയും അതോടൊപ്പം തന്നെ ഡോക്ടർ യുബാപ്പുട്ടി ഹാജി എന്ന ആ മഹാന്മാരായ രണ്ട് മഹാമനീഷികൾ അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ സദസ്സ് പിരിഞ്ഞതിന് ശേഷം അഭിമന്യരായ ഡോക്ടർ യുബാപ്പുട്ടി ഹാജിയെ അരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അഭിമന്യരായ CH ഐദ്രോസ് മുസ്ലിയാർ അവിടുന്ന് പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. നമുക്ക് ദീന് പഠിപ്പിച്ചു തരാനും നമുക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതി തരാനും നിസ്കാരത്തിന്റെ ക്രമങ്ങൾ പഠിപ്പിച്ചു തരാനും നമ്മളെ ഒത്തൊരുമയോടുകൂടി ഒരേ പ്ലാറ്റ്ഫോമിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പണ്ഡിതന്മാരും സാദാത്തുക്കളും കേരളത്തിലുണ്ടായി. പക്ഷേ ഈ കാണുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, ഇവർ നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷെ ഇവർക്ക് കലിമത്തു തൗഹീദ് പോലും ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ അവർ വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയതുപോലെയുള്ള ഒരു നേതൃത്വവും പണ്ഡിതന്മാരുടെ മാർഗദർശനവും അവർക്ക് കിട്ടാത്തത് കൊണ്ട് സംഭവിച്ചതാണിത്. അതുകൊണ്ട് ബാപ്പുട്ടി ഹാജി, നമുക്കെങ്ങനെ ഇവർക്കുകൂടി നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർക്ക് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പണ്ഡിതന്മാർ വന്നിട്ട് ഇവർക്ക് കൂടി മാർഗദർശനം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഒരു സംവിധാനം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സംഗതി ബാപ്പുട്ടി ഹാജിയുടെ മുന്നിൽ വെച്ചു. അവിടെ നിന്നാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന ഇന്ന് ലോകത്തെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രശസ്തി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ സ്ഥാപനം അത് ജന്മമെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അഭിനന്ദനായ CH ഐദ്രോസ് ഉസ്താദിനെ അനുസ്മരിക്കുന്ന ഈ സദസ്സിൽ അവിടുന്ന് അന്ന് ആ സദസ്സിൽ കണ്ട കലിമ ചെല്ലാൻ കഴിയാത്ത ആ സഹോദരങ്ങൾക്ക് കലിമ ചൊല്ലി പഠിപ്പിക്കാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് പണ്ഡിതന്മാർ വളർന്നു വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിൽ ഇന്ന് അൽഹംദുലില്ലാഹ് ആ മഹാനായ CH ഐദ്രോസ് മുസ്ലിയാർ, ഡോക്ടർ യുബാപ്പുട്ടി ഹാജി, MM ബഷീർ മുസ്ലിയാർ നബറല്ലാഹു മറാഖിദഹും അവർ പടുത്തുയർത്തിയ ഈ വലിയ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ സന്തതികൾ കേരളത്തിന്റെ ഇതര സംസ്ഥാനങ്ങളായ ആസാമിലും വെസ്റ്റ് ബംഗാളിലും മഹാരാഷ്ട്രയിലും അതുപോലെ UP-യിലും പഞ്ചാബിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രിയപ്പെട്ട ഹുദവി സഹോദരങ്ങൾ അഭിമന്യരായ CH ഐദ്രോസ് മുസ്ലിയാർ മാർഗദർശനം ചെയ്തിട്ടുള്ള അതേ വഴിയിലൂടെ നടന്ന് അഭിമന്യരായ തയ്യിബ് ഉസ്താദ് ഇവിടെ അനുസ്മരിച്ചതുപോലെ പഴയ കാലത്തെ യാത്രാ സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടന്നു ചെന്ന് പ്രയാസങ്ങൾ സഹിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പരിശുദ്ധമായ ദീനിന്റെ തനതായ ശൈലി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പ്രബോധനം ചെയ്തതുപോലെ, പ്രചരിപ്പിച്ചതുപോലെ, പഠിപ്പിച്ചതുപോലെ ഇന്ന് ആ ഹുദവി സഹോദരങ്ങൾ, ദാറുൽ ഹുദയുടെ സന്തതികൾ അസാമിലും വെസ്റ്റ് ബംഗാളിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ കുഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും എന്റെ മുന്നിലിരിക്കുന്ന ദാറുൽ ഹുദയെ സ്നേഹിക്കുന്ന, ദാറുൽ ഹുദയുടെ ഗുണകാംക്ഷികളായ, തുടക്കം മുതലേ ദാറുൽ ഹുദയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് തീർച്ചയായും അഭിമാനിക്കാൻ അതിൽ വകയുണ്ട്. നമ്മളൊരു അഭിമന്യനായ CH ഐദ്രോസ് മുസ്ലിയാർ, അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയരായ സ്ഥാപക നേതാക്കൾ, അവരുടെ ചരിത്രം നമ്മൾ തയ്യിബ് ഉസ്താദിന്റെ നാവുകളിലൂടെ കേട്ടതുപോലെ യാത്രാ സൗകര്യങ്ങളില്ലാത്ത ഒരു കാലം, അതുപോലെ ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിലൊരു സാഹചര്യം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ബംഗാളിലെയും അസാമിലെയും ആന്ധ്രാപ്രദേശിലെയും ഒക്കെ കുഗ്രാമങ്ങൾ, അവിടേക്ക് യാത്രാ സൗകര്യങ്ങളില്ല. പോകണമെങ്കിൽ കാളവണ്ടികളിൽ കയറി പോകണം, അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷകളിൽ പോകണം, അല്ലെങ്കിൽ നടന്നെത്തണം. അതുപോലെ കിലോമീറ്ററുകളോളം നടന്നുപോയി മുസ്ലിം ഗ്രാമങ്ങൾ കണ്ടെത്തി അവിടങ്ങളിൽ ദീനിയായ ആവേശമുണ്ടാക്കിക്കൊണ്ട് അവിടങ്ങളിൽ മദ്രസ സ്ഥാപിച്ചുകൊണ്ട് ഇന്ന് ദാറുൽ ഹുദയുടെ സന്തതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിനന്ദനായ എന്റെ ആദരണീയരായ സുഹൃത്ത് മുസ്തഫ ഹുദവി കൊടക്കാട് നമ്മുടെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ നടത്തിയ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹാദിയയുടെ കീഴിൽ നടക്കുന്ന സെന്റർ ഫോർ സോഷ്യൽ എക്സലൻസ് എന്ന് പറയുന്ന സംവിധാനത്തിന് കീഴിൽ വളരെ വ്യവസ്ഥാപിതമായി അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാസം നടന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായപ്പോൾ അറിയാൻ കഴിഞ്ഞത്
ഈ കഴിഞ്ഞ മാസം പുതുതായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഓർഗനൈസർമാർക്ക് പുറമെ 5 ഓർഗനൈസർമാരെ കൂടി പുതുതായി നിയമിച്ചുകൊണ്ട് കേരളത്തിലെ മറ്റുള്ള ഇന്ത്യയിലെ കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ പ്രവർത്തനങ്ങളും മദ്രസകളുടെ പ്രവർത്തനങ്ങളും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് ആ ഹുദവി സഹോദരങ്ങൾ ഓർഗനൈസർമാർ അവരുടെ പ്രവർത്തനത്തിന്റെ പ്രാഥമിക ഘട്ടമെന്നതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള അവർ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ പഠന റിപ്പോർട്ടുകൾ അവർ സമർപ്പിച്ച് അതിന്റെ റിസൾട്ട് പ്രകാരം പുതിയ രൂപത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ മദ്രസ പ്രസ്ഥാനം വളർത്താനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അഭിനന്ദനായ CH ഐദ്രോസ് മുസ്ലിയാർ, MM ബഷീർ മുസ്ലിയാർ, ഡോക്ടർ യുബാപുട്ടി ഹാജ്, അതുപോലെയുള്ള നമ്മുടെ മഹോന്നതരായ പണ്ഡിത മഹത്തുക്കൾ, സുന്നി മഹല്ല് ഫെഡറേഷൻ പോലെയുള്ള സംവിധാനങ്ങളിലൂടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി തീർത്ത ആ ഒരു ഉണർവ് അല്ലെങ്കിൽ ആ ഒരു മതപരമായിട്ടുള്ള ആ ഒരു നവോത്ഥാനം അത് കേരളത്തിന്റെ പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ അവർ തന്നെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആ സന്താനങ്ങൾ, ആ മക്കൾ അതിനുവേണ്ടി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും ഈ ഒരു സംവിധാനങ്ങളെ സ്നേഹിച്ച ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംവിധാനത്തെ സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട ജിദ്ദയിലെ ദാറുൽ ഹുദ കമ്മിറ്റിയും അതുപോലെ ഇതിന്റെ സഹകാരികളും ഇതിനു വേണ്ടി തന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങളും സംഭാവനകളും നൽകി അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള നിങ്ങൾക്ക് തീർച്ചയായും അഭിമാനിക്കാൻ വകയുണ്ട്. അതൊക്കെ നമ്മുടെ പരലോകത്ത് നമുക്ക് വലിയ മുതൽക്കൂട്ടാവുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എന്നവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ദാറുൽ ഹുദ നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ സൗദിയിൽ വന്ന് നമ്മുടേതായ ജീവിത വൃത്തിക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മളിൽ നിന്ന് നമ്മൾ സമയം കണ്ടെത്തി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു വിഹിതം അതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കൂടുതൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ യശസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ നിങ്ങളുടെ ദുആകളിൽ പ്രത്യേകം ഓർക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ടും ഇൻഷാ അല്ലാഹ് ഈ മക്കയിലെത്തി ഈ വർഷത്തെ ഹജ്ജിൽ സംബന്ധിക്കണമെന്ന് ഹജ്ജ് നിർവഹിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള നിയമപരമായ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് അതിനുകൂടി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അറിയുന്ന ഒരുപാട് സഹോദരങ്ങളുള്ള ഈ സദസ്സിൽ നിങ്ങളുടെയൊക്കെ ദുആ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഏറ്റവും കാവലായ രൂപത്തിൽ മഖ്ബൂലായ ഹജ്ജും ഉംറയും സിയാറത്തും മറ്റു കർമ്മങ്ങളും നിർവഹിക്കാൻ അതിനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.